നമസ്കാരം. ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. വൺ നേഷൻ വൺ റേഷൻ കാർഡ് അഥവാ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇപ്പോൾ രാജ്യത്തുടനീളം പൂർണ്ണമായും നടപ്പിലാക്കിയിരിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇനി സ്വന്തം നാട്ടിലെ ഒരു പ്രത്യേക റേഷൻ കടയെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യമില്ല. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും ഏത് ജില്ലയിലായാലും സൗകര്യപ്രദമായ ഏതൊരു റേഷൻ കടയിൽ നിന്നും തങ്ങളുടെ അവകാശപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ സാധിക്കും. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ, ഗുണങ്ങൾ, ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക, എങ്ങനെ റേഷൻ കൈപ്പറ്റാം, കേരളത്തിലെ നിലവിലെ സാഹചര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായി നമുക്ക് പരിശോധിക്കാം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ ലഭിക്കുന്ന സബ്സിഡി റേഷൻ ആനുകൂല്യങ്ങൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി ആരംഭിച്ചത്. മുൻപ് ഒരു കുടുംബത്തിന് അനുവദിച്ചിരുന്ന റേഷൻ അവരുടെ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്തെ റേഷൻ കടയിൽ മാത്രമായിരുന്നു വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജോലിക്കായി മറ്റൊരു ജില്ലയിലേക്കോ സംസ്ഥാനത്തേക്കോ മാറുന്നവർക്ക് ഈ സൗകര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പരിഹരിക്കാനായാണ് ഈ പുതിയ സംവിധാനം. ഇനി ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ എവിടെ നിന്നുമെങ്കിലും തങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റാൻ കഴിയും. ഈ പദ്ധതിയെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ ബാങ്ക് ATM ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊച്ചിയിലെ ഒരു ബാങ്ക് ശാഖയിൽ എന്ന് കരുതുക. പണം പിൻവലിക്കാൻ നിങ്ങൾ ആ ശാഖയിൽ പോകേണ്ട ആവശ്യമില്ല. രാജ്യത്ത് ഏത് ATM നിന്നും നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റേഷൻ വിതരണ സംവിധാനവും. റേഷൻ കാർഡ് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തതാണെങ്കിലും രാജ്യത്തെ ഏതൊരു റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കും. ഇതാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ തൊഴിൽ തേടി സ്വന്തം നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, ഹോട്ടൽ ജീവനക്കാർ, വീട്ടുജോലിക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ജോലിക്കായി താമസം മാറുന്നുണ്ട്. ഇവർക്ക് സ്വന്തം നാട്ടിലെ റേഷൻ കടയിൽ നിന്ന് മാത്രമേ റേഷൻ ലഭിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് പലർക്കും സബ്സിഡി റേഷൻ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം നൽകുകയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി. ഈ പദ്ധതിയിലൂടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കുടിയേറ്റ തൊഴിലാളികളാണ്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ മുംബൈയിലേക്കോ ജോലിക്കായി പോയ ഒരാൾക്ക് ഇനി നാട്ടിലേക്ക് തിരികെ വരാതെ തന്നെ അവിടുത്തെ റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാം. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കേരളത്തിൽ നിന്നും റേഷൻ വാങ്ങാം. ഇത് അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഉദാഹരണത്തിന്, കുടുംബത്തിലെ ഒരാൾ നാട്ടിലും മറ്റൊരാൾ ജോലിക്കായി മറ്റൊരു സംസ്ഥാനത്തും താമസിക്കുന്നുണ്ടെങ്കിൽ റേഷൻ വിഹിതം വിഭജിച്ച് വാങ്ങാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇതുവഴി ഓരോ അംഗത്തിനും അവരുടെ താമസ സ്ഥലത്ത് തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാവും. മുൻപ് റേഷൻ വാങ്ങാൻ ഒരു നിശ്ചിത കടയിൽ മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇനി അതില്ല. ഒരു കടയിൽ തിരക്കാണെങ്കിൽ മറ്റൊരു കടയിൽ പോകാം. ഒരു കടയിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ സമീപത്തുള്ള മറ്റൊരു കട തിരഞ്ഞെടുക്കാം. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു കടയിൽ നിന്നും റേഷൻ കൈപ്പറ്റാം. ഇതുവഴി സമയം ലാഭിക്കാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിക്കും. അരിയും ഗോതമ്പും വ്യത്യസ്ത കടകളിൽ നിന്നും വാങ്ങാമോ എന്നുള്ള ചോദ്യമുണ്ട്. അതെ, പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് റേഷൻ വീതം ഭാഗികമായി വിവിധ കടകളിൽ നിന്നും വാങ്ങാൻ കഴിയുന്നത്. ഉദാഹരണത്തിന്, ഒരു മാസത്തെ വിഹിതത്തിൽ ഉൾപ്പെട്ട അരി ഒരു കടയിൽ നിന്നും വാങ്ങാം. ഗോതമ്പ് മറ്റൊരു കടയിൽ നിന്നും വാങ്ങാം. അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരംഗം ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തും വിഹിതം കൈപ്പറ്റാൻ സാധിക്കും. പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് സ്ഥിരീകരണ സംവിധാനമാണ്. റേഷൻ വാങ്ങാൻ പോകുന്ന വ്യക്തിയുടെ വിരലടയാളം അല്ലെങ്കിൽ മറ്റ് ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതുവഴി വ്യാജ റേഷൻ വിതരണം തടയാനും യഥാർത്ഥ ഗുണഭോക്താവിന് ആനുകൂല്യം ഉറപ്പാക്കാനും സാധിക്കുന്നു. പുതിയ സംവിധാനം റേഷൻ വിതരണ മേഖലയിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു റേഷൻ കാർഡിന് അനുവദിച്ച വിഹിതം ഇവിടെ നിന്ന് വാങ്ങി, എത്ര അളവിൽ വാങ്ങി എന്നതെല്ലാം ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുവഴി ക്രമക്കേടുകൾ കുറയ്ക്കാനും സാധിക്കും. നിരവധി വിദഗ്ധർ പറയുന്നത് ഈ പദ്ധതി അഴിമതി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. ഗുണഭോക്താവിന് വിവിധ കടകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതിനാൽ സേവന നിലവാരം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. റേഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആളുകൾക്ക് മറ്റൊരു കട തിരഞ്ഞെടുക്കാൻ കഴിയും. കുടുംബത്തിലെ സ്ത്രീകൾക്കും ഈ പദ്ധതി ഏറെ സഹായകരമാണ്.
വീട്ടിനടുത്തുള്ള റേഷൻ കടയിൽ തിരക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മറ്റൊരു കടയിൽ പോയി റേഷൻ വാങ്ങാൻ സാധിക്കും. ഇതുവഴി സമയം ലാഭിക്കാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിക്കും. മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. ദൂരെയുള്ള ഒരു പ്രത്യേക കടയിൽ പോകേണ്ട സാഹചര്യം ഒഴിവാകും. അടുത്തുള്ള സൗകര്യപ്രദമായ റേഷൻ കട തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പ്രധാന ക്ഷേമ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ്. രാജ്യവ്യാപകമായി ഡാറ്റ സംയോജിപ്പിക്കുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുകയാണ് ലക്ഷ്യം. കേരളത്തിലും ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പദ്ധതി വലിയ സഹായമാണ്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലും വ്യവസായ മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. റേഷൻ കാർഡിലെ വിവരങ്ങൾ ശരിയാക്കണം, ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിരിക്കണം, ബയോമെട്രിക് പരിശോധനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ പുതുക്കിയിരിക്കണം. വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ വരാൻ ഇടയുണ്ട്. മൊബൈൽ ആപ്പുകൾ വഴി സ്റ്റോക്ക് വിവരം അറിയുക, റേഷൻ വാങ്ങിയ വിവരം പരിശോധിക്കുക, പരാതികൾ നൽകുക തുടങ്ങിയ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി രാജ്യത്തെ റേഷൻ വിതരണ സംവിധാനത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തായാലും ഏത് ജില്ലയിലായാലും സൗകര്യപ്രദമായ റേഷൻ വിതരണ സംവിധാനത്തിൽ ഇത് വളരെയധികം സഹായപ്രദമായിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾക്കും സാധാരണ കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. ഇതായിരുന്നു ഇന്നത്തെ പ്രധാന വാർത്ത. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.